ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം മച്ചാന്മാർ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ വരും ദിവസങ്ങളിൽ തന്നെ ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്ന ഇവൻറ്റ് നമ്മൾ FF സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ മാജിക് ക്യൂബ് എടുക്കാമെന്നും അതുപോലെ തന്നെ എന്താണ് മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടെണ്ണം കിട്ടുമെന്ന് കുറേ ആൾക്കാർ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഫ്രീ ഫയറിൽ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ ഗറിനെ ഫ്രീ ആയിട്ട് ഒരു കിഡിലനായുള്ള ഒരു സ്കൈ ഡൈവ് സ്കിന്ന് തരാൻ പോവാണ്. അപ്പോൾ ഏതാണ് ആ സ്കൈ ഡൈവ് സ്കിന്നും അതുപോലെ തന്നെ എന്നാണിത് കിട്ടാൻ പോകുന്നത്, അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്നൊക്കെ നമ്മൾ വീഡിയോ വഴി നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ന്യൂ ആളൊരു ഫൈനൽ ഷോട്ട് ഇമോട്ട് കൂടി നമുക്ക് വരും ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റാൻഡമായിട്ട് കുറച്ച് അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ തന്നെ നമുക്ക് ഹൈപ്പ് ബട്ടൺ ഷോ ആവും. അപ്പോൾ അതിൽ നമുക്ക് ഹൈപ്പ് ഉള്ളൊരു ബട്ടൺ ഉണ്ടല്ലോ, ഞാൻ ആരോ കൊടുത്തിട്ടുണ്ട്, അതിൽ ഞെക്കാണെങ്കിൽ നമ്മുടെ ചാനൽ അതൊരു വലിയ സപ്പോർട്ടായിട്ട് മാറും. ബുദ്ധിമുട്ടില്ലാത്തവർ ഒന്ന് ചെയ്യുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെഡിയും കോഡ് ഏതൊക്കെ ഭാഗത്താണ് കൊടുത്തത് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം കേട്ടോ. ആദ്യം ഫസ്റ്റ് റെഡിയും കോഡ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തുള്ളത്. നെക്സ്റ്റ് ആയിട്ട് സെക്കൻഡ് റെഡിയും കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത്, അതുപോലെ നമ്മൾ മൂന്നാമത്തെ റെഡിയും കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത്. അതുതന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ 4 റെഡിയും കൂടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, മനഃപൂർവ്വമല്ല കേട്ടോ, ഒരു ബ്രോ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും സെയിം റെഡിയും കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രോ പറഞ്ഞ ടൈമിലും ചെക്ക് ചെയ്ത ടൈമിലാണ് സംഭവം സത്യം തന്നെ കേട്ടോ. അപ്പോൾ ഒരിക്കലും ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ വീഡിയോ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ റെഡിയും കോഡൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കാണ്. എങ്കിൽ പോലും 3 റെഡിയും കോഡ് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ റെഡിയും കോഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ റെഡിയും കോഡ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ടോട്ടലായിട്ട് 3 റെഡിയും കോഡാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാ ടൈമിലും പോലെ തന്നെ വീഡിയോയിൽ 3 റെഡിയും കോഡ് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടുകൊണ്ട് റെഡിയും കോഡ് എടുത്തുകൊണ്ട് റെഡീം ചെയ്യാൻ നോക്കുക. ഫാസ്റ്റ് തന്നെ റെഡിയും കോഡ് കാണാണെങ്കിൽ ഫാസ്റ്റ് തന്നെ റെഡീം ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ കാണാത്ത ആൾക്കാരെന്നറിയില്ല, നമ്മൾ ഹേറ്റേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട് റെഡിയും കോഡ് ഫേക്ക് ആണ്, വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ റെഡിയും കോഡ് എടുത്തവരൊക്കെ മാക്സിമം കമൻറ്റ് ലിസ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഫേക്ക് ആയിട്ട് ഇങ്ങനെ നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനകം തന്നെ ഈ 60 റെഡിയും കോഡോളം നമ്മൾ ഇത്ര വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10-15 വീഡിയോ ചെയ്തിക്കണമെന്ന് അറിയില്ല, അതിൽ തന്നെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുതന്നെ റെഡിയും കൊണ്ട് എമൗണ്ടിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എത്ര ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ വേറെ ഇതിൽ ഇതേപോലെ തന്നെ ഇവൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഇങ്ങനെ റെഡിയും കോഡ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെ റെഡിയും കോഡ് കൊടുക്കുന്ന ഒരു യൂട്യൂബർ കേരളത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഡൗട്ടാണ്, വളരെ ഡൗട്ട് കുറവാണ്. നമ്മൾ ഇനിയും പറയുന്നത് നമ്മൾ റെഡിയും കോഡ് എത്ര വേണമെങ്കിൽ കൊടുക്കാൻ റെഡിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു വീഡിയോത്തിൽ നമ്മൾ 10-15 വരെ റെഡിയും കോഡ് കൊടുക്കാൻ റെഡി ആട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും കാലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ റെഡിയും കോഡ് കിട്ടാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങളൊരു 800 കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. 800. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേന് 800 വരാണെങ്കിൽ മാത്രം. അപ്പോൾ നാളെ ആകുമ്പോഴത്തേനും മാക്സിമം 800 ആക്കാൻ നോക്കുക. ലൈക്ക് വന്നിട്ടില്ലെങ്കിൽ റെഡിയും കോഡൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഇന്ന് നമ്മളെ FF വന്നുള്ള ഫസ്റ്റ് ഇവൻറ്റിനെ കുറിച്ച് നോക്കുക. നമ്മളെ സ്കൂബ ഡാൻസ് വളരെ കിഡിലനാല ഇമോട്ടിൻ്റെ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ മിഷൻ തന്നെയാണ്, നമ്മൾ പ്ലേ ചെയ്യേണ്ട മിഷൻ തന്നെയാണ്. നമ്മൾ BR റാങ്കോ അല്ലെങ്കിൽ CS റാങ്കോ, ഇപ്പോൾ റാങ്ക്ഡ് മോഡ് വേണം കേട്ടോ. ടോട്ടലായിട്ട് ഒരു 100 മിനിറ്റ് പ്ലേ ചെയ്യുക. അപ്പോൾ 100 മിനിറ്റ് പ്ലേ ചെയ്യുന്ന ടൈമിൽ മോളിക്കാണ് ഗോൾഡ് കോനായിട്ടും നമ്മൾ ഗോൾഡ് വാട്ട് വൗച്ചറായിട്ടും അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഈ ഇമോട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യൽ നല്ല ഇമോട്ട് തന്നെ കളക്ഷനൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ FF ഈ വരുന്ന 28-ാം തീയതി ന്യൂ ആയിട്ടൊരു ഫൈനൽ ഷോട്ട് ഇമോട്ടി നമ്മൾ FF കൊണ്ടുവരാൻ പോകുന്നത് ന്യൂ ആയിട്ടുള്ളൊരു ഫെയർൽ വീൽ ഇവൻറ്റിലൂടെ കേട്ടോ. ഒരു ഫീനിക്സ് പറവ് പോലെയാണ് നമുക്ക് ഫൈനൽ ഷോട്ട് കാണാൻ പറ്റുക. സംഭവം എന്തായാലും
കിഡിലനായിട്ടുണ്ട്. നമുക്ക് ഈ പറവൻ്റെ ഈ തീ പോലെ ഒരു പറവൻ്റെ ടച്ച് എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ബണ്ടിലായിക്കോട്ടെ എല്ലാ ഐറ്റത്തിൻ്റെ മുകളിൽ നമുക്ക് ഫീനിക്സ് പക്ഷിനെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു എഫക്റ്റും കാലയിലും കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വർക്കാന്ന് വെച്ചാൽ ഫൈനൽ ഷോട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ അവസാനമുള്ള എനിമിനെ കില്ലിയൻ ടൈമിലേക്കാരും ഫൈനൽ ഷോട്ട് ഇമോട്ട് വർക്ക് ആവട്ടോ. അപ്പോൾ ഇതേപോലെ ലുക്കവരും വലിയൊരു പക്ഷി ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാവട്ടെ. സംഭവം സീനാണ്. അപ്പോൾ ഈ വരുന്ന 28-ാം തീയതിയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ഗറിന ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് എന്തായാലും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നോക്കുന്ന ആനിവേഴ്സറി ഇവൻറ്റ് നല്ലൊരു ബെസ്റ്റായ ഇവൻ്റ് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് പറയുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ട് എന്നൊക്കെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പെർമനൻ്റ് ആയിട്ടല്ല കേട്ടോ. ഇപ്പോൾ ട്രെയിലായിട്ട് ഏകദേശം 3 days ട്രെയിലായിട്ട് നമുക്ക് ഈ സ്കൈ ഡൈവ് സ്കിന്ന് കിട്ടാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്കൈ ഡൈവ് സ്കിന്നാണ്. നമ്മൾ ടീമേറ്റൊക്കെ നമ്മളെ പോലെ തന്നെ പോരും കേട്ടോ. അപ്പോൾ സംഭവം സീനാണ്. അപ്പോൾ ഞാൻ എന്തായാലും വളരെയധികം ഹാപ്പി ആട്ടോ. അപ്പോൾ 3 days ട്രെയിലാണെങ്കിൽ പോലും നമുക്ക് തന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് പേടിവനിലൂടെ വിടുന്ന സംഭവമാണ്. നമുക്ക് ട്രെയിൽ ഒരു വട്ടം യൂസ് ചെയ്യാൻ പോലും നമ്മൾ ഗറീനെ തരാറില്ല. ആനിവേഴ്സറി സ്പെഷ്യൽ ആവേണ്ടി തന്നതാണ്. അപ്പോൾ 3 ദിവസം നമുക്ക് അടിപൊളിയായിട്ട് ഈ സ്കൈ ഡൈവ് സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും വളരെയധികം സന്തോഷമായി. പല ആൾക്കാരിപ്പോൾ പെർമനൻ്റ് എല്ലാം വിചാരിച്ചും കൊണ്ട് സാഡാവാനൊക്കെ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും കിട്ടിയത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്തായാലും നമുക്ക് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞെട്ടിക്കാൻ പല കാര്യങ്ങളും ഇനിയും വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും ട്രെയിലായിട്ട് നമുക്ക് 3 ദിവസം നമുക്ക് എന്തായാലും സ്കൈ ഡൈവ് സ്കിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്കൈ ഡൈവ് സ്കിന്ന് പെർമനൻ്റ് ആയിട്ട് എടുക്കാൻ വല്ല വഴിയുണ്ടോ വെച്ചാൽ നമുക്ക് ഈ സ്കൈ ഡൈവ് സ്കിന്ന് വരും ദിവസങ്ങളിൽ തന്നെ ന്യൂ ആയിട്ട് ഫെയർവെൽ ഇവനിലൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എടുക്കേണ്ടവർക്ക് എടുക്കുക. അപ്പോൾ ഇത് വരാവുന്ന പോസിബിൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം 6-ാം തീയതി കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് ഫെയർവെൽ ഇവനിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1100 ഡയമണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കൺഫേം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുതന്നെ നമുക്കൊരു പക്ഷേ ഫസ്റ്റ് സ്പിന്നിലൊക്കെ ഓഫറൊക്കെ വരാനും സാധ്യത ഉണ്ട്. പോസിബിളി ചാൻസ് ഉണ്ട്. കൺഫേം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു സ്കൈ ഡൈവ് സ്കിന്നാണ് എടുക്കേണ്ടവർക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ കണ്ടന്റ് ആണ്. അപ്പോൾ മച്ചാന്മാർ നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മുടെ ഫ്രീ ഫയർ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഫ്രീ മാജിക് ക്യൂബിൻ്റെ ഇവൻറ്റ് വരാൻ പോവാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് 2 മാജിക് ക്യൂബ് കിട്ടുമെന്നൊക്കെ. നമുക്ക് 1 ടൈമിലൊക്കെ നമുക്ക് ആനിവേഴ്സറി ടൈമായിട്ടുള്ളൊക്കെ 2 മാജിക് ക്യൂബൊക്കെ തന്ന ടൈം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രാവശ്യം നമുക്ക് 2 മാജിക് ക്യൂബ് ഒന്നും കിട്ടാനേ പോകുന്നില്ല കേട്ടോ. സാധ്യതയില്ല. എന്താ വെച്ചാൽ നമുക്ക് കാലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 2 എണ്ണം ഒക്കെ ഉണ്ട്. എന്തായാലും അത് നമുക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഒരു മാജിക് ക്യൂബ് തന്നെ കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഫ്രാഗ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ 100 മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം ഒരു 50 മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു മാജിക് ക്യൂബ് കിട്ടൂല, എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റൂല. എന്തായാലും 100 മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് ആവുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അത് നേരെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മാജിക് ക്യൂബ് ഒരു ഫുൾ മാജിക് ക്യൂബ് ആക്കി മാറ്റാൻ പറ്റും. എന്തായാലും ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന 10-ാം തീയതി, ജൂലൈ മാസം 10-ാം തീയതിയാണ്. 13-ാം തീയതി വരെ ഇവന്റ് ഉണ്ട്. ഇവന്റ് പീരീഡ് നോക്കാൻ വളരെയധികം ഷോർട്ടാട്ടോ. അപ്പോൾ എന്തായാലും ആ ടൈമിൽ നിങ്ങൾ എന്തായാലും ആക്റ്റീവായിട്ട് മാജിക് ക്യൂബ് ഒക്കെ എടുക്കാൻ നോക്കുക. ഫ്രീ ഫയർ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് വളരെയധികം റെയറായ ഐറ്റമായിട്ട് മാറാൻ പോകുന്ന ഒരു ഐറ്റം തന്നെ മാജിക് ക്യൂബ്. ഇപ്പോഴും നല്ല റെയറായ ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവന്റ് നമുക്ക് ഏകദേശം ഇതുപോലെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഡെയിലി മിഷൻസ് ഉണ്ടാവും. ഇതിൽ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് ആവാനാണ് സാധ്യത. ഓരോന്നോ അല്ലെങ്കിൽ നമുക്കൊരു 10-ഓ 15-ഓ അല്ലെങ്കിൽ 5-ഓ അങ്ങനെ കിട്ടുന്നൊരു മെത്തേഡ് ആക്കാം. അപ്പോൾ 100 നമ്മുടെ കയ്യിലുള്ള ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ മാജിക് ക്യൂബ് ഫുൾ മാജിക് ക്യൂബായിട്ട് നമുക്കത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കയ്യിലിപ്പോൾ മാജിക് ക്യൂബ് ഉള്ളൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാജിക് ക്യൂബ് സ്റ്റോറിൽ ന്യൂ ആയിട്ട് അപ്പോൾ ഈ മാജിക് ക്യൂബിൻ്റെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ന്യൂ ആയിട്ട് സെക്കൻഡ് ഒരു മാജിക് ക്യൂബ് ഐറ്റംസ് കൂടി നമ്മുടെ സ്റ്റോറിൽ മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം തീരുമാനമായ ശേഷം മാത്രമേ നിങ്ങൾ മാജിക് ക്യൂബൊക്കെ സ്പെൻഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ വലിയ ഒരു ദുഃഖമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ന്യൂ ആയിട്ട് കുറച്ച് ഐറ്റംസ് കൂടി വരാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയുള്ളത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോന്ന് പിക്ക് ചെയ്ത ടോപ്പായ കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ FFൽ
നമ്മൾ സ്കാർഫിന്റെ ഇവന്റ് വരാൻ പോകുന്ന കുറിച്ച് കുറെ ദിവസമായിട്ട് ഈ ബ്രദർ ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കാർഫിന്റെ ഇവന്റ് ഓൾറെഡി വരാൻ പോകുന്ന കൂട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മെയിൻ കണ്ടന്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിപ്പോൾ ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എങ്കിപ്പോൾ ഞാൻ അത് വരില്ല എന്ന് പറയുന്നൊരു ഇവന്റ് അല്ല കേട്ടോ. ലീക്കേഴ്സ് പോസിബിളി വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കണം ജൂലൈ മന്ത്. അപ്പോൾ ഈ മന്ത് വരാൻ സാധ്യത കുറവാണ്. ജൂലൈ മന്ത് അല്ലെങ്കിൽ നമുക്ക് ആഗസ്റ്റ് മന്തിലൊക്കെ ആയിട്ട് സ്കാർഫിന്റെ ഒരു ലെക്കറോൾ ഇവന്റ് നമ്മൾ FF വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടാണ് അറിയിക്കുക. അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഫ്രീ ആയ ഫിസ്റ്റ് സ്കിന്നിന്റെ ഒരു ഇവന്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രീ ആയ ഫിസ്റ്റ് സ്കിൻ നമുക്ക് കിട്ടുമോ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇവന്റ് വരാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നേക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ബ്രദർ പറയുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം വരുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ബ്രദർ സ്കൂളിൽ പോലും പോവാതെ ലീവ് എടുത്തിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളോട് പറയേണ്ട ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കണ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ മാക്സിമം എന്താണ് അതിൽ പറയുന്നത്, എന്താണ് അതിൽ പറയാൻ പോകുന്ന കാര്യം, എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് പറയണേ എന്താണ് അതിൽ ഞാൻ പറയുന്നത്, എന്താ പറയാൻ വന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ എന്നിട്ട് മാത്രം നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറേ അധികം മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കുക. എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഒരു ബ്രോ ചോദിച്ചുള്ളത് നമ്മൾ നറൂട്ടോ ചാപ്റ്റർ 1 റിട്ടേൺ വരും ലീക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് സത്യമാണെന്നോ. അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും ലീക്ക് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ചാപ്റ്റർ 1 ഒന്നും ഈ റിട്ടേൺ ആയിട്ട് വരില്ല. നമുക്ക് ചാപ്റ്റർ 3 ആണ് ഈ ലോഡിങ് ആയിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചാപ്റ്റർ 1 ഐറ്റംസ് ഒക്കെ വരുമോ എന്ന് അറിയില്ല. നമുക്ക് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ലീക്ക് പോലും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത കമൻറ്റ് നോക്കുക നമ്മളെ ജാസ് പാൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ജാസ് പാൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജാസ് പാൻറ്റും പോസിബിളി നമുക്ക് ആനിവേഴ്സറിൻ്റെ ടൈമിലായിട്ട് റിട്ടേൺ വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ രീതിക്കുള്ള സൂചനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും കൺഫേം ആയിട്ട് വരുന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാൻ വരും ദിവസത്തിന് ഇതിൻ്റെ കാര്യം തീരുമാനമാവും. എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യട്ടോ. വെയിറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ FF നെക്സ്റ്റ് വരാൻ പോകുന്ന ഇവന്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ച് അങ്ങനെ എന്തായാലും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെയാണ് മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അതിനൊക്കെ ആൻസർ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.